വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എൻ്റെ പേര് രജനി ദേവി എന്നാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏകദേശം എല്ലാ നിലയിലും പ്രവർത്തിച്ചു വന്നിരുന്ന ഒരാളാണ്. 2 വർഷമായി ഞാൻ പാർട്ടി പ്രവർത്തനം എല്ലാം നിർത്തി. അനുഭാവി പോലും അല്ലാതെ ഞാൻ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ എല്ലാ പാർട്ടിയെ കുറിച്ചിട്ടും വിശകലനം ചെയ്യായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, കോൺഗ്രസ്, അതുപോലെ BJP, ഭാരതീയ ജനതാ പാർട്ടി, ഇതെല്ലാം ഞാൻ വിശകലനം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ഇടതുപക്ഷം പറയുന്നത് പോലെ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാർ പറയാറുണ്ട് ഞങ്ങൾ ഇടതുപക്ഷത്തിനോട് അനുകൂലമുള്ളവരാണ്, ഞങ്ങൾ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇടതുപക്ഷ ചിന്താഗതി എന്ന് പറയുന്നത് 90% ആളുകളിലും ഉണ്ട്. കമ്മ്യൂണിസ്റ്റുകാരത് പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അത് പറയുന്നില്ല, പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് ഈ പാർട്ടിയിൽ കാണാൻ പറ്റി. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ഒരുപാട് പ്രധാനമന്ത്രിമാർ വന്നു പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ഇന്ത്യക്കുണ്ടായ മാറ്റം അത് പറയാതിരിക്കാൻ വയ്യ. പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോ എന്തൊരു അഭിമാനമാണെന്നറിയാമോ? അതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന്, ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ പോലും ഇന്ത്യയിൽ നിന്നാണ് വന്നതെന്ന് പറയുമ്പോ എന്താ പറയാ, ഒരു വിലയില്ലാതെ ഒരു അടിമകളെ പോലെയായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യ എന്ന് മുതൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കാൻ തുടങ്ങിയോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭരിക്കാൻ തുടങ്ങിയോ, അന്ന് മുതൽ നമ്മുടെ ഇന്ത്യ ആകെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ യുവജനങ്ങൾക്കുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഒരു വികസിത കേരളത്തിന്, അഴിമതിരഹിത കേരളത്തിന്, യുവജനങ്ങളുടെ നല്ലൊരു ഭാവിക്ക് അതിന് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഏറ്റവും മികച്ചതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വരാനുണ്ടായ കാരണം. ഞങ്ങളുടെ പനത്തടി ഗ്രാമപഞ്ചായത്ത് എടുത്താൽ തന്നെ അവിടെ 2 മെമ്പർമാരാണ് കഴിഞ്ഞ പ്രാവശ്യം BJPയിൽ ഉണ്ടായിരുന്നത്. ഒന്ന് വേണു മെമ്പറും, ഒന്ന് പ്രീതി മെമ്പറും. 15 വാർഡിലും ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത് ഈ 2 മെമ്പർമാരാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു ശ്രീമാൻ ഷിബു ഉണ്ട്. അദ്ദേഹം ഓരോ ജനങ്ങളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ആകർഷണം തോന്നിയിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ കാസർഗോഡ് ജില്ലയിലെ ശ്രീമതി നമ്മുടെ അശ്വിനി മാമിന്റെ പ്രവർത്തനവും ഞാൻ വീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എടുത്തു പറയേണ്ടത് സുരേഷ് ഗോപിജിയാണ്. സുരേഷ് ഗോപിജി പ്രവർത്തിക്കാൻ വന്നതിന് ശേഷം എല്ലാവരും അദ്ദേഹത്തെ പല രീതിയിൽ കളിയാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനെ ഞാൻ വളരെ വിലയോടുകൂടിയാണ് കണ്ടിരുന്നത്. ഏരിയ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും ഏരിയ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാസർഗോഡ് ജില്ലയിൽ സുരേഷ് ഗോപി മത്സരിക്കാൻ വന്നാൽ സഖാവെ ഞാൻ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞ ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് നമ്മളുടെ പിന്നെ ശബരിമല പ്രശ്നം, ശബരിമലയിൽ സ്ത്രീകളെ എന്ന് കയറ്റിയോ അന്ന് മുതൽ ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പിന്നോട്ടടിക്കാൻ തുടങ്ങി. കാരണം ഞാൻ തികഞ്ഞൊരു ഈശ്വരവിശ്വാസിയാണ്. ഓർമ്മ വെച്ച കാലം മുതൽ അമ്പലങ്ങളിൽ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്കതൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ തോന്നിയിരുന്നില്ല. അതുപോലെ ഗണപതി മിത്ത എന്ന് പറയുക, അതെനിക്ക് അംഗീകരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അവസാനം സ്വർണം വരെ കട്ടൊരവസ്ഥ. ഈ എല്ലാ സാഹചര്യത്തിലും കൂടി ഏറ്റവും മികച്ച പാർട്ടിയായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നത്. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ജീവൻ എന്തും സംഭവിച്ചാലും ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ മരിക്കുന്നത് വരെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഞാൻ ഈ വേദിയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാണ്. ഇപ്പോ അതുപോലെ ഇപ്പൊ ഒരു പത്രപ്രവർത്തനം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചത് കളം മാറ്റി ചവിട്ടിയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് കളം മാറ്റി ചവിട്ടിയതല്ല, ഏറ്റവും നല്ല കളത്തിൽ ഞാൻ എത്തപ്പെട്ടു എന്ന് വേണം പറയാമെന്ന് പറഞ്ഞു. ഇത്രയും പറയുന്നുള്ളൂ. എന്നെ സ്വീകരിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെ ഇന്നത്തെ അതിഥി, നമ്മളെ കൂടെ വന്നിട്ടുള്ള ശ്രീ രജനി ദേവി ചേച്ചിയുടെ ഏതാനും വാക്കുകൾ കൂടി നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. അത് കേട്ടതിന് ശേഷം മാത്രമേ എല്ലാവരും പിരിഞ്ഞു പോകാൻ പാടുള്ളൂ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നലെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത് അല്ലേ? ഏതാണ്ട് തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിൽ നരേന്ദ്രമോദിജി ഒരു റാലിയെ അഭിസംബോധന ചെയ്തിട്ട്
ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വൈറലായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതിന്റെ തലേ ദിവസമാണ് രാഹുൽ ഗാന്ധി പോയിട്ട് ഏതോ ഒരു കുളത്തിൽ ചാടിയത്. നരേന്ദ്രമോദിജി അവിടെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ മുങ്ങിത്താഴാനുള്ള ഒരു പരിശീലനമാണ് ഈ നടത്തുന്നത് എന്ന് ആ സമ്മേളനത്തിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചൊല്ല് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ 243-ൽ 203 സീറ്റ് നേടിക്കൊണ്ട് NDA വമ്പിച്ച വിജയം ബീഹാറിൽ കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇനി രാഹുൽ ഗാന്ധിക്ക് പറയാനുള്ളത് പഴയ സ്ഥിരം പല്ലവി തന്നെയാണ്. എന്താണത്? ഖദം ടാറ്റ ബൈ ബൈ ഗയാ. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ കാണാം. ഇനിയിപ്പോ വോട്ട് ചോരി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 40 സ്ഥലത്ത് ഇവരും ജയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോ 40 സ്ഥലത്ത് ജനാധിപത്യമാണ്, ബാക്കി സ്ഥലത്ത് വോട്ട് ചോരിയാണെന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തില് വലിയ വോട്ട് ചോർത്തൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് അല്ലേ? നന്നായിട്ട് വോട്ട് ചോർന്നിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ BJPക്ക് സ്വന്തമായിട്ട് തന്നെ 15 സീറ്റ് അധികം കിട്ടി. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നന്നായിട്ട് നമ്മൾ മറ്റുള്ളവരുടെ വോട്ട് ചോർത്തിയിട്ടുണ്ട്. അത് ഇലക്ട്രോണിക് മെഷീനിലൂടെ അല്ല, ആ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയം കവർന്നതിന് ശേഷമാണ് വോട്ട് ചോർത്തിയത്. അത് പഠിക്കാൻ വേണ്ടി തയ്യാറാവണമെന്നാണ് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ നാട്ടില് നല്ല ഭരണം കാഴ്ചവെക്കുന്നു, നാടിനെ കുറിച്ച് കാഴ്ചപ്പാടുള്ള ഗവൺമെന്റ്, ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ പദ്ധതിയുണ്ട്, ആ പദ്ധതി നടപ്പിലാക്കാനുള്ള ത്രാണിയുമുണ്ട്. ആ നേതൃത്വത്തിന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുമ്പോ അതിനു നേരെ കൊഞ്ഞനം കുത്തിയിട്ട് വോട്ട് ചോരിയാണ്, അതാണ് മെഷീനാണ് കേട് എന്നൊക്കെ പറഞ്ഞാൽ ഈ രാജ്യത്തെ പ്രബുദ്ധരായിട്ടുള്ള ജനത അത് തിരിച്ചറിഞ്ഞ് അത് പറയുന്നവരെ തിരസ്കരിക്കുമെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ബീഹാറിൽ സംഭവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർ. ഞാൻ സൂചിപ്പിച്ചത് കേരളവും അതിൽ നിന്ന് വിഭിന്നമല്ല. ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കേരളത്തിലും ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, ഇന്നിപ്പോ ചർച്ച ചെയ്യപ്പെടുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ശബരിമലയില് നമ്മളെല്ലാവരും പോകുന്നത് എന്തിനാ? അയ്യപ്പനെ ദർശിക്കാനാണ് അല്ലേ? അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി പോകുന്നവരും ചിലപ്പോ അവിടെ തത്വമസിയായിട്ട് മാറാറുണ്ട്. കാരണം വെച്ചാൽ അവിടെ എത്തുമ്പോ, ഏത് അമ്പലത്തിന്റെ മുമ്പിൽ എത്തുമ്പോഴും നമ്മൾ കൈകൂപ്പി തൊഴുമ്പോ കണ്ണടച്ചു പോകും ഇടയ്ക്ക്. ഇനി കണ്ണടച്ചിട്ടില്ലെങ്കിൽ നമ്മള് സാഗൂതം വീക്ഷിക്കുന്നത് എവിടെയാണ്? ആ വിഗ്രഹത്തിലാണ് അല്ലെ? അയ്യനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ചില അലവലാദികൾ കയറി അങ്ങ് നിൽക്കും. മന്ത്രിയാണ്, മറ്റേ സർക്കാരിന്റെ പ്രതിനിധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരതിന്റെ ഇടയിൽ കയറിയിട്ട് നോക്കിയാൽ മതി, ഞാൻ തൊഴുന്നില്ല എന്ന് അറിയിക്കേണ്ടിട്ട് കൈ ഇങ്ങനെ ബലം പിടിച്ചിട്ടാ താഴോട്ട് നിൽക്കുന്നത്. ഞാൻ അയ്യപ്പനെ ബഹുമാനിക്കുന്നൊന്നുമില്ല. അപ്പൊ പിന്നെ എന്താ? കണ്ണ് അയ്യപ്പന്റെ നേരെ ആവാൻ പാടില്ല. അയ്യപ്പനെ ഞങ്ങൾ കാണുന്നില്ല, അയ്യപ്പനെ അല്ല നോക്കുന്നത്. ശബരിമലയിലെ ശ്രീകോവിലിന്റെ മുമ്പ് പോയി അയ്യപ്പനെ നോക്കാതെ അതിന്റെ ചുറ്റിലും നോക്കിയപ്പോഴാണ് എന്തൊക്കെ കണ്ടത്. നേരത്തെ മുരളിയേട്ടൻ പറഞ്ഞ ഈ വ്യാളി രൂപവും മറ്റേ ശിവന്റെ രൂപവും ഇതൊക്കെ കണ്ടത്. നോക്കുമ്പോ അത് സ്വർണം കണ്ടാ ഇവർക്കൊരു സൂക്കേടുണ്ട്. എന്താ അസുഖം എന്നറിയോ? ഇവർ ചെഗുവേരന്റെ അനുയായികളാണെന്നാ പറയുന്നത്. ചെഗുവേര മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, അനീതി കണ്ടാൽ നിങ്ങൾക്ക് ശരീരം വിറക്കുന്നുണ്ടെങ്കിൽ, ഒരു വിറ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഖാക്കളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷേ ഇപ്പോ ചെഗുവേരന്റെ അനുയായികളാണെന്ന് പറയുന്ന കേരളത്തിലെ പിണറായി വിജയനും കൂട്ടർക്കും ഇപ്പോ അനീതി കാണുമ്പോഴല്ല വിറ വരുന്നത്, സ്വർണവും പണവും കാണുമ്പോഴാണ് വിറ വരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെയാണ് ശബരിമലയിൽ പോയി അയ്യപ്പനെ നോക്കി തൊഴാതെ ചുറ്റിലും നോക്കുമ്പോഴാണ്
അവിടെയൊക്കെ സ്വർണ്ണ കളറ്. അപ്പൊ ചോദിക്കാണ്, എന്തേ കട്ടിലപ്പടിയിൽ ഇത്ര നിറം? സഖാവേ, അത് മൊത്തം സ്വർണ്ണ. ആഹാ. അപ്പൊ അതിന്റെ ചുറ്റിലും എന്താ ഒരു രൂപം കാണുന്ന, അത് വ്യാളി രൂപമാണ്. അതും സ്വർണ്ണാണ്. സ്വർണം പതിച്ചിരിക്കുകയാണ്, സ്വർണത്തിന്റെ തകിട് പതിച്ചിരിക്കുകയാണ്. അപ്പോഴാണല്ലോ ഉള്ളിൽ നിന്നിങ്ങനെ ആഗ്രഹം വരുന്നത്, ഇത് എടുക്കണം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ അറിവോടെ ഇതൊക്കെ നടന്നിരിക്കുന്നത്. വാസു ഉള്ളിലാണ്. ഇപ്പൊ പത്മകുമാർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുക. പത്മകുമാറിന്റെ നേരത്തെ മൊഴി എന്താണെന്നറിയോ? ഞാൻ ചുമതല ഏൽക്കുമ്പോഴേ ഇത് ചെമ്പാണെന്ന. പക്ഷേ മദ്രാസിലെ ആ ചങ്ങാതി പറയുന്നത്, ഞാൻ ഇവിടെ വന്നിട്ട് അളവെടുത്തതാണ്, എന്നിട്ട് അതിന്റെ വള ഊരി വെച്ചതാണ്, എന്നിട്ട് തിരിച്ച് പത്മകുമാർ സാറ് പറഞ്ഞതുപോലെ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവച്ചാൽ. കാര്യങ്ങൾ വ്യക്തമായില്ലേ നിങ്ങൾക്ക്? ഇതൊന്നും തന്ത്രി അറിഞ്ഞിട്ടില്ല. ശബരിമലയിലെ ഏത് ക്ഷേത്രത്തിലും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്ത്രിയോട് ആലോചിച്ചിട്ടാ ചെയ്യുക, അല്ലെ? അവസാന വാക്കാരാണ് തന്ത്രിയാൽ. ശബരിമലയുടെ കാര്യത്തിൽ രണ്ട് മുന്നണികളും തന്ത്രിയായിട്ട് ആലോചിക്കുന്നില്ല. രണ്ട് മുന്നണികളും. ഇതിലിപ്പോ നേട്ടം കൊയ്യാൻ വേണ്ടി ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ചണ്ടാജ്ഞന്മാരവര്. കഴിഞ്ഞ ശബരിമല കാലത്ത് മറ്റേ വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് വോട്ടടിച്ചു പോയവരാ. ഇപ്പൊ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ എല്ലാവരും ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളെ വടകര MP പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അടികൊണ്ടു മൂപ്പർക്ക്. പോലീസിന്റെ അടികൊണ്ടിട്ട് മൂക്കിന് ലേശം ചോര വന്നപ്പോ മൂപ്പര് മീഡിയക്കാരെ മുന്നിൽ പറയാണ്, ഈ ചോര കൊണ്ടൊന്നും അയ്യപ്പന്റെ മുതൽ കെട്ടവര് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഇത് കേൾക്കുമ്പോ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നത്, അയ്യോ വടകര MP നമ്മളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി, അയ്യപ്പന്റെ സംരക്ഷണത്തിന് വേണ്ടി അടികൊണ്ടതല്ല. അവിടെ CKG കോളേജിൽ രാവിലെ മുതൽ SFIക്കാരും KSIക്കാരും തമ്മിൽ അടിയുണ്ടായിരുന്നു. ആ സംഘർഷം കോൺഗ്രസുകാരും CPMകാരുമായിട്ട് മാറി. ഉച്ചയാകുമ്പോ വൈകുന്നേരമാകുമ്പോ രണ്ട് മുന്നണിക്കാരും അവിടെ പ്രകടനം വെച്ചു. ആ പ്രകടനത്തെ നേരിടാനാണ് പോലീസ് അണിനിരുന്നത്. ആ പ്രകടനത്തിലേക്കാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MP പോകുന്നത്. ആ സംഘർഷത്തിനിടയിലാണ് ഷാഫി പറമ്പിലിന് പരിക്കേൽക്കുന്നത്. പരിക്കേറ്റപ്പോ മാധ്യമങ്ങളെ കണ്ടപ്പോ അത് അയ്യപ്പന്റെ സംരക്ഷകരായിട്ട് മാറുകയാണ്. ഇതാണ് കോൺഗ്രസ് എക്കാലവും ചെയ്തിട്ടിരുന്നത്. പ്രിയപ്പെട്ടവർ, കോൺഗ്രസുകാർ കക്കുന്നത് കണ്ടിട്ടാണ് CPMകാരുടെ. ഇവർ വിശ്വാസികളായിരുന്നില്ലല്ലോ. ഇവർക്ക് ഇതിന്റെ ഇടപാടുകളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. കോൺഗ്രസുകാര് നേരം വെളുക്കുവോളം കക്കുന്നത് കണ്ടിട്ടാണ് CPMകാരും അത് പഠിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്, VS ശിവകുമാർ മന്ത്രിയായ സമയത്ത് എന്തൊക്കെ നാടകങ്ങളാണ് അവിടെ ഇറങ്ങരുത്. ബെയിലി പാലുണ്ടാക്കി അഴിമതി നടത്തി, ആവശ്യത്തിലധികം പാത്രങ്ങൾ വാങ്ങി അഴിമതി നടത്തി, വനഭൂമി ഏറ്റെടുക്കാനെന്നും പറഞ്ഞ് കോടിക്കണക്കിന് രൂപ കൊള്ളയടിച്ചു കൊണ്ടുപോയി. ഇതിലെല്ലാറ്റിലും ഉപരി രസകരമായ ഒരു സംഭവം നടന്നോടെ. അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ പിന്നാമ്പുറത്തൂടെ ഒരു തുരങ്കം. അവിടെ കുറച്ച് ആളുകൾ നോക്കുമ്പോ ഒരു ദിവസം ഇങ്ങനെ തുരങ്കം കുത്തുകയാണ്. എടുത്തേക്ക് ശ്രീകോവിലിന്റെ ബേക്കിൽ കൂടെ. അപ്പൊ ആളുകൾ ചോദിച്ചു, ഇതെന്തിനാണ് തുരങ്കം ഉണ്ടാക്കുന്നത്? തുരങ്കം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അയ്യപ്പന് അഭിഷേകം ചെയ്ത നെയ്ക്ക് വലിയ ഡിമാൻഡാണ്. അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽക്കാൻ വേണ്ടി പോവുകയാണ്. എന്തിനാണ് പൈസ ഉണ്ടാക്കുന്ന ഒരു മാർഗം കളയുന്നത്? അപ്പൊ അതിന് ഈ തുരങ്കത്തിന്റെ ആവശ്യം എന്താ? തുരങ്കത്തിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ അഭിഷേകം ചെയ്ത നെയ്യ് ബക്കറ്റിലാക്കിയിട്ട് എടുത്തൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് തുരന്നിട്ട് ഒരു വെള്ളിന്റെ ഓസ് ഒരു ഓവ് വെക്കുകയാണ്. എടുത്തേക്കെന്നറിയോ? അയ്യപ്പന്റെ ഈ ഭാഗത്തേക്ക് ഈ നെയ്യഭിഷേകം ചെയ്ത നെയ്യ് നേരെ ഈ ഓവിലൂടെ സ്റ്റോർ റൂമിലേക്ക് പോവുക. അവിടുന്ന് നേരെ ഭരണിയിലാക്കിയിട്ട് വിൽക്കുക. അപ്പൊ അവിടുത്തെ പ്രവർത്തകന്മാര് കുറച്ചാളുകള് നേരെ കുമ്മനം രാജശേഖരനെ വിളിച്ചു പറഞ്ഞു, ഇതാ അയ്യപ്പന്റെ ശ്രീകോവിൽ തുറക്കുകയാണ്, തന്ത്രിയോട് ചോദിച്ചിട്ടില്ല, ഇത് വിശ്വാസികൾക്കെതിരാണ് എന്ന് പറഞ്ഞപ്പോ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം നടന്നതിന്റെ പേരിലാണ് ആ തുരങ്കം അവിടെ ഇല്ലാണ്ടിരുന്നത്. ഇവരാണോ വിശ്വാസികള്? ഈ കോൺഗ്രസുകാരാണോ വിശ്വാസ സംരക്ഷകന്മാര്? നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇടതും വലതും ശബരിമലയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്
പരിശ്രമിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ശബരിമല സംരക്ഷണം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പ്രക്ഷോഭ രംഗത്ത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഒപ്പുശേഖരണം നടക്കുകയാണ്. ഈ സമ്മേളനം നടക്കുന്നതിന്റെ ഇടയിൽ അവിടെ ഒരു ഒപ്പുശേഖരണം നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ആ ശബരിമലയെ സംരക്ഷിക്കണം, അത് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ വ്യാപകമായിട്ട് ഈ സംരക്ഷണ സംഗമങ്ങളും ഒപ്പുശേഖരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനവും നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ ശ്രമിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. ശ്രീമതി രജനി ദേവിയെ രണ്ടു വാക്ക് സംസാരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷ ശ്രീമതി ML അശ്വിനി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന സെൽ കോർഡിനേറ്ററും ഈ ജില്ലയുടെ സംഘടന ചുമതല വഹിക്കുന്ന നേതാവുമായിട്ടുള്ള ശ്രീ VK സജീവൻ, വേദിയിലുള്ള പാർട്ടിയുടെ മുൻ ജില്ലാ അധ്യക്ഷനും സംസ്ഥാന നേതാവും ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗവുമായിട്ടുള്ള ശ്രീ V രവീന്ദ്രൻ അവർകൾ, BJPയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ സതീഷ് ചന്ദ്ര ഭണ്ഡാരി, സംസ്ഥാന സമിതി അംഗം ശ്രീമതി സവിത ടീച്ചർ, സംസ്ഥാന സമിതി അംഗം ശ്രീ A വേലായുധൻ, കോഴിക്കോട് മേഖലയുടെ ജനറൽ സെക്രട്ടറി സുധാമ ഗോസഡ, വേദിയിലുള്ള ശ്രീ PR സുനിൽ, ശ്രീ N ബാബുരാജ്, മനുലാൽ മേലത്ത്, മറ്റ് ഇന്നിവിടെ ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേർന്നിട്ടുള്ള ശ്രീമതി രജനി ദേവി, മറ്റ് നേതാക്കളെ ശ്രീ രാമപ്പ മഞ്ചേശ്വരം, മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, എന്നെ ശ്രമിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ശബരിമല സംരക്ഷണ സദസ്സ് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന പുണ്യ സങ്കേതമായിട്ടുള്ള ശബരിമല, ആ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പാർട്ടി എന്നുള്ള നിലയിൽ മത ജാതി ഭേദമന്യേ വിശ്വാസികളും അവിശ്വാസികളും എല്ലാവർക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ മതവിശ്വാസികൾക്ക് വിലക്ക് കൽപ്പിച്ചിട്ടില്ലാത്ത പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ന് ഈ പൊതുസമ്മേളനം ഇവിടെ നടക്കുമ്പോൾ സവിശേഷമായിട്ടുള്ള മറ്റൊരു സാഹചര്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് അവരുടെ അധികാരം ഉപയോഗിക്കാനുള്ള അവസരം, ഈ നാട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വീക്ഷണങ്ങൾ, ആ വീക്ഷണങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരം, ആ അവസരമാണ് തെരഞ്ഞെടുപ്പുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനുകളിലേക്കും ഗ്രാമപഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കുമൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പ്.
അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കുകയാണ്. ഇന്നലെ മുതൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങി. ഡിസംബർ മാസം 11-ാം തീയതി കാസർഗോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അടുത്ത 5 വർഷക്കാലം നമ്മുടെ പ്രാദേശിക ഭരണകൂടങ്ങൾ ആര് നിയന്ത്രിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ദിവസമാണ്. ജനങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകാനുള്ള കാരണം ഈ നാട്ടിലെ ഓരോ പൗരന്റെയും നിത്യജീവിതത്തിൽ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം, ആ ഉത്തരവാദിത്വമാണ് മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും അതോടൊപ്പം ത്രിതല ഗ്രാമപഞ്ചായത്ത് ഭരണ സംവിധാനങ്ങൾക്കും. കാസർഗോഡ് മുനിസിപ്പാലിറ്റി ദീർഘകാലമായിട്ട് ഒരേ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുക. കേരളം മുഴുവൻ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുക. കാസർഗോഡ് ഈ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മിക്കാനുള്ളത് ഈ ജില്ലാ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഭാരതീയ ജനസംഘവും ഭാരതീയ ജനതാ പാർട്ടിയും നടത്തിയിട്ടുള്ള ദീർഘകാലത്തെ പോരാട്ടമാണ്. ഉത്തര കേരളം, അത്യുത്തര കേരളം, ഈ അത്യുത്തര കേരളത്തിന്റെ അവികസിതാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാരതീയ ജനസംഘത്തിന്റെയും അന്നത്തെ ഭാരതീയ ജനസംഘം 1977 ജനതാ പാർട്ടി രൂപീകരണത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ, അതിനുശേഷം 1980 മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരവധി നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ദീർഘകാലത്തെ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് ഈ ജില്ല 1984 മെയ് മാസത്തിൽ രൂപീകരിക്കപ്പെടുന്നത്. ജില്ലാ രൂപീകരണം കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞു, 41 വർഷം കഴിഞ്ഞു. ഈ ഒരു മേൽപ്പാലവും ദേശീയപാതയും ഒരു വലിയ മാറ്റമാണ് ഈ പ്രദേശത്തുണ്ടാക്കിയിട്ടുള്ളത്. അതൊഴിച്ചാൽ കാസർഗോഡിന് എന്ത് മാറ്റം വന്നു എന്നുള്ളത്, കാസർഗോഡ് ഞാനൊരു 78 മുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആ കാലം മുതൽ വിദ്യാനഗറിലെ കോളേജിലും കാസർഗോഡ് സ്കൂളുകളിലും അവിടെയൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തി 50 കൊല്ലത്തോളമായിട്ട് 47 കൊല്ലത്തോളമായിട്ട് കാസർഗോഡ് പതിവായി വരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ബസ് സ്റ്റാൻഡ് പുതിയൊരു ബസ് സ്റ്റാൻഡാണ്, പണ്ടുണ്ടായിരുന്നത് പഴയ ബസ് സ്റ്റാൻഡാണ്. അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഒഴിച്ചാൽ കാസർഗോഡുകാർ നേരിടുന്ന കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരമില്ല. രാവിലെ കാഞ്ഞങ്ങാടും കാസർഗോഡും ഈ പരിസരത്തുള്ള എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പോയി കഴിഞ്ഞാൽ മംഗലാപുരത്തേക്കുള്ള തീവണ്ടികളിൽ കയറാൻ വലിയ തിരക്കാണ്, വിദ്യാർത്ഥികളുടെ തിരക്ക്. കാരണം കാസർഗോഡ് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ സ്വാഭാവികമായും ആശ്രയിക്കേണ്ടി വരുന്നത് മംഗലാപുരമാണ്. ഇന്ന് രാവിലെ ഒരാൾ എന്നോട് പറഞ്ഞു, 20 മിനിറ്റ് കൊണ്ട് ഇപ്പോ നരേന്ദ്രമോദിജി ഈ ദേശീയപാത പണിതത് കൊണ്ട് 20 മിനിറ്റ് കൊണ്ട് മംഗലാപുരത്തെത്താം. കാസർഗോഡ് ജില്ലക്കകത്ത് സൗകര്യങ്ങളില്ല, തൊഴിലവസരങ്ങളില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ജപ്പാനിലെ ഇന്ത്യൻ അംബാസഡറുമായിട്ട് സംസാരിച്ചു. ജപ്പാനിലെ ഇന്ത്യൻ അംബാസഡർ കാസർഗോഡുകാരിയാണ്. പൈവളികയിലുള്ള ഒരു അമ്മയ്ക്ക് ജനിച്ച ചെമ്മനാട് ഉള്ള അച്ഛൻ, അവർക്ക് ജനിച്ച മകളാണ്
നഗ്മ മല്ലിക് എന്ന് പറയുന്ന ജപ്പാനിലെ അംബാസഡർ. അവര് പഠിച്ചത് കാസർഗോഡല്ല, അവര് പഠിച്ചത് സെന്റ് അലോഷ്യസിലാണ്, മംഗലാപുരത്ത്. ഒരുപക്ഷെ കാസർഗോഡ് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു നഗ്മ മല്ലിക്കല്ല, നിരവധി അതുപോലെയുള്ള ആളുകൾ കാസർഗോഡ് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് വളർന്നു വന്നേനെ. തൊഴിലവസരങ്ങളില്ലാത്ത സാഹചര്യം, വ്യവസായ സ്ഥാപനങ്ങളില്ലാത്ത സാഹചര്യം. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് 40 വർഷമായിട്ടും മാറ്റമുണ്ടായില്ല? ഇവിടെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും പതിവായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ 2 പാർട്ടികൾ മാറി മാറിയാണ്. കേരളത്തിന്റെ നിയമസഭ, ആ നിയമസഭയിൽ ഭരണത്തിലിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ 40 വർഷമായിട്ട് ഇന്ത്യ സഖ്യത്തിൽപ്പെടുന്ന ആളുകളാണ്. കാസർഗോഡ് നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ഇന്ത്യ സഖ്യത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇവർ രണ്ടുപേരും മാറി മാറി ഭരിച്ചിട്ടും കാസർഗോഡ് സാധാരണ ജനങ്ങൾ, ആ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ സൃഷ്ടിക്കാൻ, ആരോഗ്യ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചില്ല. അതിന്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള സാഹചര്യം നേരിടേണ്ടി വന്നത് കോവിഡിന്റെ കാലത്താണ്. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. സംസ്ഥാന അതിർത്തികൾ അടക്കാൻ സർക്കാരുകൾ തീരുമാനമെടുത്തപ്പോ കാസർഗോഡുകാർക്ക് തലപ്പാടിയിൽ അതിർത്തി കടന്ന് മംഗലാപുരത്ത് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. വളരെ വിഷമിച്ച ഒരു സാഹചര്യമായിരുന്നു അന്ന്. ഈ പ്രദേശത്ത് ആതുര ശുശ്രൂഷ മേഖലയിലുള്ള സൗകര്യങ്ങളുടെ അപര്യാപ്തത കാസർഗോഡുകാര് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് ആ കോവിഡിന്റെ കാലത്താണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കാസർഗോഡിന്റെ അവികസിതാവസ്ഥക്ക് പരിഹാരം കണ്ടെത്താൻ, വികസനം എന്നുള്ളത് ലക്ഷ്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് വികസനത്തിന് വേണ്ടിയിട്ടുള്ള വികസന മന്ത്രം, ആ മന്ത്രമോദിക്കൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, പ്രവർത്തിക്കുന്ന മുന്നണി ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവുമാണ്. അതുകൊണ്ടാണ് ഇന്നലെ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിന്റെ ഏതാണ്ട് ഇരട്ടി സീറ്റുകൾ നേടിക്കൊണ്ട് ബീഹാറിലെ ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയത്തിലെത്തിച്ചത്. ബീഹാറിലെ ജനങ്ങൾക്ക് വികസനം ഉറപ്പുവരുത്തണമെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനത്തിൽ, അങ്ങനെയുള്ള ഒരു മുന്നണിയുടെ നേതൃത്വത്തിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ജനങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് എല്ലാ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ കുപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാ വ്യാജ പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം ബീഹാറിൽ ഭരണത്തിൽ വന്നു. കാരണം രാജ്യം മുഴുവൻ ആ പ്രദേശങ്ങളിൽ, ഏതൊക്കെ പ്രദേശങ്ങളിൽ വികസനം ആവശ്യമുണ്ടോ ആ പ്രദേശങ്ങളിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഭരണത്തിൽ വരുന്നതിലൂടെ മാത്രമേ അത് സാധ്യമാവുള്ളൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുക. കേരളത്തിലും ഭാരതീയ ജനതാ പാർട്ടി, കാസർഗോഡ് ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ആശയം, ഭാരതീയ ജനതാ പാർട്ടിയെ, ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഭരണത്തിലേറ്റുന്നതിലൂടെ ഈ പ്രദേശത്തിന്റെയും വികസനം ഉറപ്പുവരുത്തൂ എന്നാണ്.
നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നിരവധി പരിശ്രമങ്ങൾ, നിരവധി പദ്ധതികൾ രാജ്യമെമ്പാടും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ ദേശീയപാത. കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ അതിലൊന്നാണ്. മറ്റൊന്നാണ് നമ്മളിപ്പോ കാസർഗോഡിനെ തിരുവനന്തപുരവുമായിട്ട് അതിവേഗത്തിൽ ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത്. 2 തീവണ്ടികൾ മണിക്കൂറുകൾ കൊണ്ട് 7-8 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്താവുന്ന സാഹചര്യം. ഉച്ചയ്ക്ക് കയറിയിരുന്നാൽ രാത്രി തിരുവനന്തപുരത്തെത്താം. രാവിലെ തിരുവനന്തപുരത്ത് കയറിയാൽ ഉച്ചയാകുമ്പോ കാസർഗോഡ് എത്താം. ഈ സാഹചര്യം പക്ഷേ നമ്മുടെ രാജ്യത്തെ മറ്റ് നിരവധി പ്രദേശങ്ങളിൽ ഉണ്ടായതുപോലെയുള്ള വികസനം, ഈ 2 കാര്യങ്ങൾ നേരിട്ട് നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചാൽ മറ്റു മേഖലകളിൽ ആ വികസനത്തിന്റെ പ്രയോജനം ലഭിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക്, കാസർഗോഡ് ജനങ്ങൾക്ക് സാധ്യമാകാതെ പോകുന്നത് ഇവിടെ ഭരണം നടത്തുന്ന ഇടതുമുന്നണിയുടെ സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ വികസന വിരുദ്ധ നയങ്ങളുടെ ഫലമായിട്ടാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജൽജീവൻ മിഷൻ. ഈ രാജ്യത്ത് എല്ലാവർക്കും വീടുണ്ടാവുക, ആ വീടുകളിലൊക്കെ കുടിവെള്ളം ഉണ്ടാവുക, അവർക്കെല്ലാവർക്കും ശുചിമുറികൾ ഉണ്ടാവുക, എല്ലാ വീടുകളിലും വൈദ്യുതി ഉണ്ടാവുക, എല്ലാ വീടുകളിലും പാചകവാതക കണക്ഷൻ ഉണ്ടാവുക, എല്ലാ പ്രദേശങ്ങളിലേക്കും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ ഉണ്ടാവുക. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യവും ഭാരതീയ ജനതാ പാർട്ടിയും ഇന്ത്യയെ 2047 വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തന പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. പക്ഷേ രാജ്യം മുഴുവൻ 90% വീടുകളിൽ പൈപ്പ് വെള്ളം നൽകാനുള്ള കണക്ഷൻ ലഭ്യമാക്കുമ്പോൾ കേരളത്തിൽ അത് 51% നിൽക്കുക. കാരണം നരേന്ദ്രമോദി നൽകിയിട്ടുള്ള പണം, ആ പണം ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തുന്ന സമീപനം, ആ സമീപനമാണ് കേരളം ഭരിക്കുന്ന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അത് നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, അതിൽ കൈയിട്ട് വാരുന്ന സമീപനം നമ്മൾ കണ്ടു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ കൗൺസിലർ ആ പ്രദേശത്ത് അനുവദിക്കപ്പെട്ടിട്ടുള്ള റോഡ്, ആ റോഡിന്റെ പണി പെട്ടെന്ന് തുടങ്ങാനായിട്ട് നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് എന്റെ പോക്കറ്റിലേക്ക് വല്ലതും തന്നാൽ മാത്രമേ സർക്കാർ അനുവദിച്ചിട്ടുള്ള ഈ റോഡിന്റെ പണി ഞാൻ ഉടനെ തുടങ്ങുള്ളൂ. നരേന്ദ്രമോദി അനുവദിക്കുന്ന വികസന പദ്ധതികൾ, ആ വികസന പദ്ധതികൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ ഉൾപ്പെടെ തടസ്സം സൃഷ്ടിക്കുന്ന സമീപനം, ആ സമീപനമാണ് ഈ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തെ എല്ലാവർക്കും 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും സൗജന്യമായിട്ടുള്ള ചികിത്സാ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. മറ്റെല്ലാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ചുകൊണ്ട് 70 കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും അവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ സൗജന്യമായിട്ട് നൽകും. കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. കേരള സർക്കാർ അതിന് തയ്യാറല്ല എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നരേന്ദ്രമോദി അനുവദിക്കുന്ന പദ്ധതികൾക്ക് പോലും തടസ്സം നിൽക്കുന്ന സമീപനം, ആ സമീപനമാണ് കേരളത്തിലെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങേയറ്റത്ത് മുഖ്യമന്ത്രിയുടെ വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസ് തൊട്ട് ഇങ്ങേയറ്റത്തെ ഗ്രാമപഞ്ചായത്ത് വരെ അഴിമതി കൊടികുത്തി വാഴുന്ന സാഹചര്യം, ആ സാഹചര്യമാണ് ഇന്നുള്ളത്. മുഖ്യമന്ത്രിയുടെ മകള് മാസപ്പടി വാങ്ങുക കരിമണൽ കമ്പനിയിൽ നിന്ന്. എന്ത് ഉദ്ദേശത്തിൽ, എന്ത് ആവശ്യത്തിനാണ് ഈ പണം വാങ്ങുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾക്കോ മുഖ്യമന്ത്രിക്കോ ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത്, എന്റെ മകളൊരു വ്യവസായ സ്ഥാപനം നടത്തുന്നു, അങ്ങനെ നടത്താൻ അവൾക്ക് അവകാശമില്ലേ, ഞങ്ങൾ ആരും അതിനെതിരല്ല. പക്ഷേ ഈ കരിമണൽ കമ്പനിക്ക് നൽകിയിട്ടുള്ള സേവനം എന്താണ്,
എന്ത് സേവനം നൽകിയതിന്റെ പേരിലാണ് മാസം തോറും ലക്ഷങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക്, അവരുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് എന്ന് വ്യക്തമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ മേഖലകളിലും, കാരണം മുഖ്യമന്ത്രിയുടെ മകൾക്ക് വാങ്ങാമെങ്കിൽ എനിക്ക് വാങ്ങിക്കൂടെ എന്നാണ് CPM-ന്റെ ഓരോ നേതാവും ഓരോ ജനപ്രതിനിധിയും സ്വയം ചോദിക്കുന്നത്. അതിന്റെ എല്ലാ സീമകളും കടന്ന് ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ കോടിക്കണക്കിന് വിശ്വാസികൾ ഏറ്റവും പരിപാവനമായിട്ട് കണക്കാക്കുന്ന ശബരിമല അയ്യപ്പന്റെ സ്വർണം പോലും കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നിൽക്കുന്നത്. രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവമാണ് ശബരിമല ശ്രീകോവിലിലെ ആ ശ്രീകോവിലിന്റെ വാതിൽപ്പടി, ആ ശ്രീകോവിലിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ദ്വാരപാലകന്മാരുടെ ശില്പങ്ങളെ പൊതിഞ്ഞ സ്വർണപ്പാളികൾ, ഇതെല്ലാം തന്നെ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ഈ രാജ്യത്ത് എല്ലാവരുടെയും ഞെട്ടിച്ച വാർത്തയാണ്. കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ 41 ദിവസം വ്രതമെടുത്ത് എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് ശബരിമലയിൽ ദർശനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് നേരത്തെ ദർശനത്തിന് വേണ്ടി ഇത്രയും വിഷമങ്ങൾ സഹിച്ച് കാനനപാതയിലൂടെ കാൽനടയായി നടന്ന് അയ്യപ്പന്റെ സന്നിധാനത്തിൽ എത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള സ്വർണം കൊള്ള ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ഏറ്റവും ഹൃദയവേദന ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഈ ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇതാദ്യമായിട്ടല്ല നമ്മൾ ഒരുമിച്ച് ചേരുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പിണറായി വിജയനും കൂട്ടരും ശബരിമലയുടെ ആചാരങ്ങൾ ലംഘിക്കാൻ വേണ്ടി, ശബരിമലയുടെ പവിത്രത, ആ പവിത്രത ഇല്ലാതാക്കാൻ വേണ്ടി നൂറ്റാണ്ടുകളായിട്ട് പാലിക്കപ്പെടുന്ന അവിടുത്തെ ആരാധനാ രീതികളിൽ മാറ്റം വരുത്താൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് ശ്രമം നടന്നപ്പോ അന്നും നമ്മൾ ഒരുമിച്ച് വന്നിരുന്നു. അവസാനം ആ സമരം വിജയത്തിലെത്തി. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തിന്റെ ശക്തി, ആ വിശ്വാസത്തിന്റെ ശക്തിയുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചോളം ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഭഗവാൻ എന്തിനാണോ പാറാവ് എന്ന് ചോദിച്ചൊരു മുഖ്യമന്ത്രി ഈ നാട്ടിലുണ്ടായിരുന്നു, ശ്രീമാൻ ഇ കെ നായനാർ. ആ മുഖ്യമന്ത്രി ചോദിച്ചതാണ്. പക്ഷേ കാലം ആ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നൽകി. ശബരിമല ആചാര ലംഘനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ നാമാവശേഷമായി. ഇപ്പോ പാറാവുള്ള ഭഗവാനെ തന്നെ കൊള്ളയടിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭഗവാന് പാറാവുണ്ട്, പക്ഷേ പാറാവിനിടയിലും സംരക്ഷണത്തിനിടയിലും ഭഗവാനെ കൊള്ളയടിക്കുന്ന സമീപനം. കള്ളന്മാരെ സ്പോൺസർമാരെന്നുള്ള പേരിട്ട് വിളിച്ച് സന്നിധാനത്ത് കയറ്റി പകൽ വെളിച്ചത്തിൽ സന്നിധാനത്തിൽ ശബരിമലയിലെ സ്വർണം, ആ സ്വർണം കൊള്ളയടിക്കുന്ന സംഭവം, അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാര് നാസ്തികന്മാരാണ്, നിരീശ്വരവാദികളാണ്. അതുകൊണ്ട് അവർക്ക് ഇതിലൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കാൻ വേണ്ടിയിട്ട്, ആചാര ലംഘനം നടപ്പിലാക്കാൻ വേണ്ടി അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ഇപ്പൊ അറസ്റ്റിലായിട്ടുള്ള എൻ വാസുവിനെ നിയോഗിച്ചത്. മറ്റൊരു ആളായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും കൃത്യമായിട്ട് ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാൻ നേതൃത്വം നൽകുമോ എന്ന് CPM-ന് തന്നെ സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് CPM നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ടുള്ള ഒരാൾ,
കൊല്ലം ജില്ലയിലെ കുളക്കട പഞ്ചായത്തിൽ 2 തവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ, ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി. പക്ഷേ ആ വാസുവിനെ ഇപ്പോ എവിടെ എത്തിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിണറായി വിജയൻ എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും വാസുവിനെ സംരക്ഷിക്കാൻ, വാസുവിനെ വെറുതെ വിടില്ല എന്ന് അയ്യപ്പൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇപ്പോ വാസു അഴിക്കുള്ളില. കഴിഞ്ഞ 4 ദിവസമായി വാസുവിനെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു, അറസ്റ്റ് വൈകിപ്പിക്കാൻ ശ്രമിച്ചു, അറസ്റ്റ് നടക്കാതിരിക്കാൻ ശ്രമിച്ചു. ശബരിമല സ്വർണക്കൊള്ളയുടെ കേസിൽ 6ാം പ്രതിയാണ് ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്. 3ാം പ്രതിയായിട്ടുള്ള വാസുവിനെ തൊടാതെ 6ാം പ്രതിയെ അറസ്റ്റ് ചെയ്തു. അവസാനമാണ് ഗത്യന്തരമില്ലാതെ, മനസ്സോടെ ഒരു വഴിയുമില്ല എന്ന് വന്നപ്പോ അവസാനം വാസുവിന്റെ അറസ്റ്റ് അടക്കം SITക്ക് രേഖപ്പെടുത്തേണ്ടി വന്നു. അതാണ് ഭഗവാന്റെ ശക്തി. ഇപ്പോ ഈ വലിയ കൊള്ള രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടത്തി. ഭാരതീയ ജനതാ പാർട്ടി അന്നും ഇന്നും ആവശ്യപ്പെടുന്നത് ഈ SIT ഇപ്പോ നടത്തുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം, കർശനമായിട്ടുള്ള മേൽനോട്ടം, ആ മേൽനോട്ടത്തിലായതുകൊണ്ട് മാത്രമാണ് ഇവരൊക്കെ ഇപ്പൊ അകത്തായിട്ടുള്ളത്. ഇന്നും ഒരാള് കളനും പൂച്ചയും കളിച്ചുകൊണ്ടിരിക്കുക. മറ്റൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ചോദ്യം ചെയ്യാൻ വിളിച്ച് ഹാജരാകുന്നില്ല. ഓരോ കാരണം ഓരോ ദിവസം പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന സമീപനം. ഇവരെല്ലാവരും കൂടി ചേർന്ന് നടത്തിയത് വളരെ വലിയൊരു കൊള്ളയാണ്. ഭഗവാന്റെ ശ്രീകോവിലിന്റെ വാതിലുകൾ, അതിന്റെ കട്ടിലപ്പടി ഉൾപ്പെടെയുള്ള അതെല്ലാം പൊതിഞ്ഞിട്ടുള്ള സ്വർണപ്പാളികൾ, ആ സ്വർണപ്പാളികൾ അടക്കം കൊള്ളയടിച്ചു കൊണ്ടുപോയി. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഭഗവാൻ ശ്രീ അയ്യപ്പന്റെ വിഗ്രഹം ഉൾപ്പെടെ ഇവര് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയനെ. അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് ദേവസ്വം ബോർഡ് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് കൊള്ളക്കാരെ പോലെയാണ് പെരുമാറുന്നത് എന്ന്. ഞങ്ങളാരും പറഞ്ഞതല്ല, ഹൈക്കോടതിയാണ് പറഞ്ഞത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. ഒരു ഹിന്ദു ക്ഷേത്രത്തിലല്ലാതെ മറ്റേതെങ്കിലും മതത്തിൽപ്പെടുന്ന ആളുകളുടെ ആരാധനാലയത്തിൽ ഇതുപോലുള്ള ഒരു കാര്യം ചെയ്യാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? CPM ഭരണത്തിൽ പോലും ഇല്ല. ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ, ഒരു മുസ്ലിം പള്ളിയിൽ, അവിടുത്തെ വിശ്വാസികൾ നൽകുന്ന സംഭാവനകൾ, അവിടെ വിശ്വാസികൾ നൽകുന്ന തുക, അത് മുഴുവൻ അടിച്ചു മാറ്റാൻ, അത് മുഴുവൻ മോഷ്ടിക്കാൻ, അത് കൊള്ളയടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇവിടെ നമ്മൾ ഇന്ന് സമാധാനപരമായിട്ട് ഈ ശബരിമല സംരക്ഷണ സദസ്സ് നടത്തുകയാണ്. മറ്റേതെങ്കിലും ആരാധനാലയത്തിലാണ് ഇതുപോലൊരു കാര്യം നടന്നിരുന്നുവെങ്കിൽ കേരളത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് ഊഹിച്ചു നോക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലെ അയ്യപ്പ ഭക്തർ അങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, അക്രമാസക്തമായിട്ടുള്ള ഒരു നടപടികളും കൈക്കൊള്ളാതെ നിയമത്തിന്റെ മാർഗത്തിലൂടെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. വാസു മാത്രമല്ല, വാസുവിന് മുൻപ് പത്മകുമാർ, ഏറ്റവും ഒടുവിൽ പ്രശാന്ത്, ഈ എല്ലാ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഇവരെല്ലാവരും ഈ കൊള്ളക്ക് കൂട്ടുനിന്ന ആളുകളാണ്. നമുക്കറിയാം 1999 വിജയ് മല്യ അന്നത്തെ വലിയ പണക്കാരനാണ്. കിങ്ഫിഷർ കമ്പനിയുടെ, കിങ്ഫിഷർ എയർലൈൻസ് അതിന്റെ ഉടമസ്ഥനായിരുന്നു. അദ്ദേഹം 30 കിലോ സ്വർണമാണ് ശബരിമലയിൽ നൽകിയത്. പക്ഷേ ഈ വാസു എഴുതി കൊടുത്തത് ആ 30 കിലോ സ്വർണമല്ല, ചെമ്പാണ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതാണ് വാസു നടത്തിയിട്ടുള്ള കാര്യം. അതില്
കൂട്ടുനിൽക്കാൻ, അതിന് കൂടെ നിൽക്കാൻ, ആ മോഷണം നടപ്പിലാക്കാൻ വേണ്ടി കൂട്ടുപിടിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്പോൺസർ. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എത്ര വലിയ സ്വാധീനമുണ്ട്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് അടുത്തിരുന്ന് ചേർന്നിരുന്ന് ചെവിയിൽ സ്വകാര്യം പറയുന്ന ചിത്രം നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. എന്തുകൊണ്ടാ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം ഈ ശബരിമലയിലെ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയത്? മറ്റാരെയും എന്തുകൊണ്ട് വിളിച്ചു വരുത്തിയില്ല? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് വിജയ് മല്യയെ പോലെ വലിയ സാമ്പത്തിക സ്രോതസ്സുള്ള ശേഷിയുള്ള ഒരാളാണോ? നമ്മളാരും കേട്ടിട്ടില്ല. അപ്പൊ പിന്നെ മാനദണ്ഡം എന്താ? ഏറ്റവും നല്ല കള്ളനാണ് എന്നുള്ളതിനപ്പുറത്ത് മറ്റൊരു മാനദണ്ഡവും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി അയാളെ ഈ പണി ഏൽപ്പിക്കാൻ മറ്റൊരു കാരണവും ഇല്ല. ഈ വാസു നടത്തിയിട്ടുള്ള കൊള്ള, ആ കൊള്ളയിൽ പങ്കാളികളായിരുന്ന ആളുകൾ, അവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് അതാണ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങളുടെ കാലത്ത് യാതൊന്നും നടന്നിട്ടില്ല. ഹൈക്കോടതി പറയുന്നത് 2019 നടന്ന കൊള്ള, ആ കൊള്ള മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് 2025 ഈ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് വീണ്ടും ഈ പണി ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഏൽപ്പിച്ചത്. അപ്പൊ പ്രശാന്തിന് എങ്ങനെ പറയാ ഞങ്ങളുടെ കാലത്തൊന്നുമില്ല എന്ന്? മാത്രമല്ല, ജയിലിൽ കിടക്കുന്ന മുരാരി ബാബു, ആ മുരാരി ബാബു ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീമാൻ വാസവന്റെ സ്വന്തം ആളല്ലേ? അതുകൊണ്ടല്ലേ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ, വാസവന്റെ മണ്ഡലത്തിൽ, ആ ക്ഷേത്രത്തിൽ ക്രമക്കേട് നടത്തിയിട്ടുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷവും വാസവൻ ഈ മുരാരി ബാബുവിനെ സംരക്ഷിച്ചത്? അതുകൊണ്ട് ഹൈക്കോടതി ഈ വിഷയങ്ങൾ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയകളെ പോലെ അയ്യപ്പന്റെ വിഗ്രഹമടക്കം കടത്തിക്കൊണ്ടുപോയത്. ഹൈക്കോടതി അതുകൊണ്ടാണ് പറഞ്ഞത്. മാത്രമല്ല, ഈ ഹൈക്കോടതി ഈ വിഷയം ആദ്യം പരിഗണിച്ചപ്പോ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞത് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചുവെക്കാനില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും BJPയും കൂടി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ പ്രശ്നം. പക്ഷെ ഇപ്പൊ എന്തായി? പ്രശാന്തിന് വീണ്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് സമയം നീട്ടി നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ, ആ തീരുമാനമടക്കം പിൻവലിക്കേണ്ടി വന്നു. ഇപ്പൊ പുതിയ പ്രസിഡന്റ് വന്നിരിക്കുകയാണ്, ശ്രീമാൻ ജയകുമാർ. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്നു. മുൻപ് ദേവസ്വം ബോർഡിൽ ശബരിമലയുടെ ഉന്നതാധികാര കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ജയകുമാർ ചുമതലയേറ്റെടുത്തിരിക്കുന്നു. വരാനിരിക്കുന്ന കാലത്ത് ഈ നാട്ടിലെ വിശ്വാസികൾ അദ്ദേഹത്തോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം, ശ്രീമാൻ ജയകുമാർ ഇത്രയും കാലം ഭരിച്ച കള്ളന്മാരുടെ ഈ കള്ളത്തരം മുഴുവൻ കണ്ടെത്തി അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ SIT-യുമായിട്ട് സഹകരിക്കുമോ, അതോ അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കാലങ്ങളിലെ തെളിവുകൾ, ആ തെളിവുകൾ ഭദ്രമായിട്ട് അവിടെ തന്നെ കുഴിച്ചു മൂടുമോ? ഇതാണ് ഈ നാട്ടിലെ വിശ്വാസികൾക്ക് ജയകുമാറിനോട് ചോദിക്കാനുള്ള ചോദ്യം. ജയകുമാർ സത്യസന്ധനാണെന്നാണ് പറയുന്നത്. പക്ഷെ ഈ സർക്കാർ നിയോഗിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ സത്യസന്ധത എത്ര കാലം വിലപ്പോകും എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മളത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജനാധിപത്യ സംവിധാനത്തിൽ ഇതുപോലെ കൊള്ള നടത്തിയ ആളുകളെ ശിക്ഷിക്കാൻ അതിന് ജനങ്ങളുടെ കയ്യിലുള്ള ആയുധം, ആ ആയുധമാണ് വോട്ട്. ആ ആയുധം ജനങ്ങൾ സമ്മതിദാന അവകാശം, ആ അവകാശം വിനിയോഗിക്കാനുള്ള സുവർണ അവസരമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. ഈ നാട്ടിലെ വിശ്വാസികളുടെ വികാരങ്ങളെ
മുഴുവൻ വ്രണപ്പെടുത്തിയ, ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കൊള്ള നടത്താൻ നേതൃത്വം നൽകിയ ആളുകൾ ഈ ആളുകളെ പിന്തുണയ്ക്കുമോ അതോ ഇവർക്കെതിരായിട്ടുള്ള വിധിയെടുത്ത് നടത്തുമോ? ഈ നാട്ടിലെ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, തെരഞ്ഞെടുപ്പ് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭരണം നടത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഭരണം നടത്തുന്ന ഒരു ഭരണ സംവിധാനത്തെ തെരഞ്ഞെടുക്കാനുള്ള അവസരമാണ്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള അവസരമാണ്. വികസനത്തിന്റെ കാര്യത്തിൽ അഴിമതിക്കെതിരായിട്ടുള്ള നിലപാടെടുക്കാൻ, ക്ഷേത്രങ്ങളടക്കം കൊള്ള നടത്തുന്ന ആളുകൾക്കെതിരായിട്ട് ശക്തമായ താക്കീത് നൽകാൻ, അതിനൊക്കെയുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പുകൾ. അതുകൊണ്ട് ഈ സമ്മേളനം സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമല്ല. പക്ഷേ ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് വരുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരുമിച്ച് വരുമ്പോൾ, എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് വികസനത്തോടൊപ്പം വിശ്വാസവും, ഇത് രണ്ടും ഉറപ്പുവരുത്തുന്ന നിലപാട് സ്വീകരിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരമാണ്. നരേന്ദ്രമോദി രാജ്യം മുഴുവൻ നടപ്പിലാക്കുന്ന വികസനം അത് കാസർഗോഡും ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ, കേരളം മുഴുവൻ നടക്കുന്ന അഴിമതിക്കെതിരായിട്ട് നിലപാടെടുക്കാൻ, ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിലപാടെടുക്കാൻ, അതിനായി ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.